ഹലോ, നമ്മൾ വീണ്ടും റൗണ്ട്സിലെ കടൽ തീരത്തേക്ക് വന്നിരിക്കുകയാണ്. കടലിലോടുന്ന സകല മത്സ്യങ്ങളെയും നമ്മുടെ ടേബിളിലെത്തിക്കാനാണ് ഇവരുടെ പ്രധാനപ്പെട്ട പണിയെന്ന് തോന്നുന്നുണ്ട്. ഇന്ന് ഞാൻ നോക്കിയാൽ ഇതിൽ 18-ലധികം വിഭവങ്ങളുണ്ട്, മത്സ്യ വിഭവങ്ങളുണ്ട്. ഇതൊന്ന് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. ഒരുപാട് വെറൈറ്റികൾ, ഇവിടുത്തെ ഒരുപാട് ഫുഡ് വെറൈറ്റികൾ ഞാൻ ഇതിനു മുന്നേ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ മത്സ്യ വിഭവങ്ങൾ കിട്ടുന്ന മറ്റൊരു സ്ഥലം UK ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല, എൻ്റെ എക്സ്പീരിയൻസിലില്ല. അപ്പോൾ ഇന്ന് നമ്മൾ എന്തായാലും വെറൈറ്റി ഫിഷിൻ്റെ ഒരു വിഭവങ്ങൾ തന്നെയാണ് ഇവിടെ കഴിക്കാൻ പോകുന്നത്. അപ്പോൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. നിഖിലേ, ഇത് എന്തൊക്കെയാണ് സംഭവം? 10-18 ഐറ്റം ഉണ്ടല്ലോ, ഒന്ന് പറഞ്ഞു തരാം ഇത് എന്തൊക്കെയാണ്. ഇതിപ്പോ കടലിലും കായലിലുമുള്ള ഒരുവിധപ്പെട്ട എല്ലാ ഐറ്റംസും ഉണ്ട്. ഞാനൊരു സൈഡിൽ നിന്ന് അങ്ങോട്ട് തുടങ്ങാം. ഇത് നമ്മളുടെ ചെമ്മീൻ തോരനാണ്. ചെമ്മീനും തേങ്ങ ഇട്ട് വെച്ചിരിക്കുന്ന തോരൻ. ഞണ്ട് കറിയുണ്ട്. മീൻ മുട്ട കൊണ്ട് ഉണ്ടാക്കി വെക്കുന്ന തോരനാണത്. ഇത് നമ്മളുടെ കലമാരി, നാട്ടിലെ കൂന്തൽ എന്ന് പറയും. ഇത് നമ്മളുടെ നാടൻ കക്കിറച്ചി. ഇത് ചെമ്മീൻ. ഇത് കല്ലുമ്മക്കായ്. ഇത് ചെമ്മീൻ തന്നെ വേറൊരു വെറൈറ്റി ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു ഡിഷാണത്. നീരാളി, നല്ല നാടൻ നീരാളി. ഫിഷ് കറി, ഫിഷ് കറി, ഫിഷ് പൊള്ളിച്ചത്, നമ്മളുടെ നത്തോലി ഫ്രൈ ഉണ്ട്. ചെമ്മീൻ്റെ വേറെ വിഭവം ഉണ്ട്. അത് കൂടാണ്ട് നാട്ടിൽ കിട്ടുന്ന അതേ രുചിയോടെ നമുക്ക് കിട്ടുന്ന നല്ല കുടംപുളി ഇട്ട് വെച്ച കറിയുമുണ്ട്. അത് ഈ കപ്പ അങ്ങോട്ട് കൂട്ടി പിടിച്ചു കഴിഞ്ഞാൽ മലയാളികൾക്ക് കപ്പ എന്ന് പറഞ്ഞൊരു വികാരമാണ്. ഇത്രയും മീൻ വിഭവങ്ങൾ കിട്ടുമ്പോ ആ കപ്പയും കൂട്ടി ഒന്ന് കഴിച്ചില്ലെങ്കിൽ എങ്ങനെയാണ് ശരിയാവുക? ഇല്ല, ഇത്രയും ഡിഷസ് സീ ഫുഡ് വിഭവങ്ങൾ വേറൊരു റെസ്റ്റോറൻറ്റിലും കിട്ടില്ല. ഇനി ഇതെന്താ സംഭവം? ഇത് കുറേ ഉണ്ടല്ലോ. ഇത് നമ്മളുടെ മറ്റൊരു സ്പെഷ്യൽ ഡിഷാണ് സമുദ്ര സദ്യ. ഇതിലിപ്പോ നമ്മൾ കൊടുക്കുന്നത് കല്ലുമ്മക്കായുണ്ട്, ഞണ്ട് കറിയുണ്ട്, അടിപൊളി ഞണ്ട് കറി, മീൻ മുട്ടത്തോരൻ, എന്താ സംഭവം അല്ലേ, കക്കിറച്ചി റോസ്റ്റ്, പറയുമ്പോ തന്നെ നമ്മൾ നാട്ടിൽ നിന്ന് മാത്രം കഴിച്ചുള്ളൂ. അടിപൊളി. നത്തോലി ഫ്രൈ. ഇതിലുണ്ട് നത്തോലി ഫ്രൈ. ഇതിലുമുണ്ട് നത്തോലി ഫ്രൈ. അത് ആലപ്പി മാംഗോ ഫിഷ് കറിയാണ്. എന്റെ ഫേവറേറ്റ് ആണ്. അടിപൊളി സംഭവമാണ്. നല്ല തിക്കാണല്ലോ ഈ കറി. അടിപൊളിയാണല്ലോ. മുളകിട്ട മീൻ കറി. മുളകിട്ട മീൻ കറി. ഓക്കെ. ചെമ്മീൻ ഫ്രൈ. ചെമ്മീൻ ഫ്രൈ. ഉണക്ക ചെമ്മീൻ പൊടിച്ച ചമ്മന്തി. ഇത് മാത്രം മതി ഒരു ചോറിനാൻ അല്ലേ? ഓക്കെ. ചെമ്മീൻ അച്ചാർ. ചെമ്മീൻ അച്ചാറുണ്ട്. നാടൻ ചെമ്പല്ലി വറുത്തത്. എന്റെ പൊന്നു മോനെ, ഇതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ സമുദ്ര സദ്യ. ഇതൊരു വലിയ സദ്യയാണല്ലോ. അതെ. അപ്പം നമ്മുടെ നാട്ടിലും നല്ല വിഭവ സമൃദ്ധമായ സദ്യ കഴിക്കുന്ന പോലെ തന്നെ ഇവിടെ വന്ന സമുദ്ര സദ്യ കഴിച്ചിട്ട് പോവാം. അല്ലാതെ ഇത് ചോദിക്കട്ടെ, ഇത് എല്ലാ ദിവസവും അവൈലബിൾ ആണ്? വല്ല ബുക്കിംഗ് ആണോ ഉണ്ടോ ഇതിന്? അവൈലബിലിറ്റി എല്ലാ ദിവസവും ഉണ്ട്, പക്ഷേ നിർബന്ധമായിട്ടും ബുക്ക് ചെയ്ത് വന്നു. ഇത്ര ഐറ്റം ഉള്ളതായതുകൊണ്ടല്ലേ ഒരുപാട് ടൈം എടുക്കും നമുക്കിത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി. അപ്പൊ ബുക്ക് ചെയ്ത് വന്നാൽ ആർക്കും സമുദ്ര സദ്യ ഇവിടെ വന്നിട്ട് കഴിക്കാം. എല്ലാവർക്കും കഴിക്കാം. അപ്പൊ കടലിലുള്ള എല്ലാ സാധനം ടേബിളിൽ ഉണ്ടാവും. നിങ്ങൾ ബുക്ക് ചെയ്തിട്ട് വന്നാൽ. അതെ. UK-ലെത്തിയാൽ നമ്മളൊക്കെ പറയുന്ന ഒരു പരാതിയാണ്, നാട്ടിലെ ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ഫിഷും മീറ്റൊക്കെ ആ ക്വാളിറ്റിയും ടേസ്റ്റ് ഇല്ല. അങ്ങനെ പറയുന്നവർ നേരെ ഇങ്ങോട്ട് പോരാട്ടോ, റൗണ്ട്സിലെ കടൽ തീരത്തേക്ക് പോരാ. നിങ്ങൾക്ക് കടലിലുള്ള സകല മത്സ്യങ്ങളും ഇവിടെ റെഡിയാണ് കേട്ടോ. ഒന്ന് ബുക്ക് ചെയ്തിട്ട് വരണ്ട, അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ നമ്മൾക്ക് അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട, ഇവിടെ ഫിഷ് മാത്രമേ ഉള്ളൂ ഒന്നും. ഇവിടെ ഇടിയിറച്ചിയുണ്ട്, വെടിയിറച്ചിയുണ്ട്, ഷാപ്പ് കറികളുമുണ്ട്, സകല സംഭവം ഇവിടെ ഉണ്ട്. ഇവിടെയുള്ള ഐറ്റം പറഞ്ഞാൽ തീരില്ല, അതുകൊണ്ടാണ് പറയാത്തത്. പക്ഷെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സാധനം മിസ് ചെയ്യുന്നുണ്ട്, കഴിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് പോകുന്നോളൂ, അതിവിടെ റെഡിയാണ്.